കുറേ കാലമായല്ലോ ഒരു പുഡിംഗ് റെസിപ്പി ചെയ്തിട്ട്. എന്നാ പിടിച്ചോ ഒരു അടിപൊളി കാരമൽ കസ്റ്റാർഡ് ചോക്ലേറ്റ് പുഡിംഗ്. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുക. ആ സമയത്ത് നമുക്ക് പാല് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കണം. കട്ടകളില്ലാണ്ട് മിക്സ് ആയി കഴിഞ്ഞാൽ കാരമലാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാനിലോട്ട് പാലും കസ്റ്റാർഡിൻ്റെ മിക്സും ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കാരമലൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ബട്ടർ കണ്ടൻസ്ഡ് മിൽക്ക് ക്രീം ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. കുറുകി വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. റെഫ്രിജറേറ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ ഇതുവരെ അടിപൊളിയായിരുന്നു. ഈ ഒരു ഭാഗത്തിന് വരെ ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു വെള്ളം ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ്. എന്നാൽ ഇതിൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ക്രീം ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു. അപ്പോഴും ഞാൻ ഇത് ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ നമ്മൾ വെറുതെ വിടും. നമ്മളൊരു അടിപൊളി ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുത്തിട്ട് ഈ ഒരു റെസിപ്പി വീണ്ടും തന്നെ ചെയ്തെടുത്ത് ഒരു പുഡിങ് കഴിക്കുമ്പോണ്ടല്ലോ നമ്മൾ പറയില്ല ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങനെ അതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റായതിനു ശേഷം കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് പ്ലേറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻറ്റിൽ ഞാൻ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ